ദൈവത്തിന്റെ കൂടെ ഇരുന്ന് ഒരു നേരമെങ്കിലും ഭക്ഷണം കഴിക്കണം. അതായിരുന്നു ആ ബാലന്റെ ആഗ്രഹം. കയ്യിൽ കുറിച്ച ബ്രെഡുമായി അവൻ ദൈവത്തെ തേടിയിറങ്ങി. നദിക്കരയിലെത്തിയപ്പോൾ ഒരു വൃദ്ധയെ കണ്ടു. അവൻ അവരുടെ അടുത്തിരുന്ന് ബ്രെഡ് കഴിക്കുവാൻ തുടങ്ങി. ഒരെണ്ണം ആ സ്ത്രീക്കും കൊടുത്തു. സന്തോഷത്തോടെ അവർ അത് കഴിക്കുന്നത് കണ്ട് അവൻ ഒരെണ്ണം കൂടി നൽകി. അവർ പരസ്പരം ഇരുവരും കുറച്ചു സമയം ചെലവഴിച്ചതിനു ശേഷം സ്വന്തം വീടുകളിലേക്ക് മടങ്ങി. വീട്ടിലെത്തിയ മകന്റെ സന്തോഷം കണ്ട് അമ്മ കാരണം അന്വേഷിച്ചു. അവൻ പറഞ്ഞു, ഞാനിന്ന് ദൈവത്തിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. അതേസമയം കണ്ണു നിറഞ്ഞിരിക്കുന്ന വൃദ്ധയെ കണ്ട് അയൽക്കാർ കാരണം അന്വേഷിച്ചു. അവർ പറഞ്ഞു, ഞാനിന്ന് ദൈവത്തിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. സൃഷ്ടികളിൽ സൃഷ്ടാവുണ്ട് എന്ന തിരിച്ചറിവാണ് യഥാർത്ഥ ഈശ്വര വിശ്വാസം. നമുക്ക് ചുറ്റുമുള്ളവരിൽ ഈശ്വരനെ കാണാൻ കഴിയാത്തവർക്ക് ആരാധനാലയങ്ങളിൽ ഈശ്വരനെ കാണാൻ സാധിക്കുകയില്ല. ദൈവദർശനം സാധ്യമാകണമെങ്കിൽ നമ്മൾ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അവിടെ നിരവധി ആവശ്യങ്ങളുമായി നിശബ്ദരായിരിക്കുന്ന അനേകരുണ്ട്. മനുഷ്യരൂപത്തിലൂടെ മാത്രമേ ദൈവത്തിന് പ്രത്യക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. പക്ഷപാത രോഗിയെ യേശുവിന്റെ അടുക്കിലേക്ക് എത്തിക്കാൻ സഹായിച്ച ആ 4 പേരെ പോലെ നമുക്ക് ചുറ്റും പ്രതിസന്ധികളുള്ളവരെ സഹായിക്കുവാനും കരുതുവാനും നമുക്ക് സാധിക്കണം. അതിന് ഈ നോമ്പുകാലം മുഖാന്തരമായി തീരട്ടെ.